ഇവര് ചൂണ്ടിക്കാട്ടിയ ഈ സംരക്ഷണ മതിലുണ്ട്, അത് നമുക്ക് അവിടെ നിന്ന് നോക്കിയാൽ കാണാം. അത് കുറച്ചിട ഭാഗത്ത് മാത്രമേ നിർമ്മിച്ചിട്ടുള്ളൂ. ആ ഭാഗത്താണ് ഈ സംരക്ഷണ മതിൽ നിർമ്മിച്ചിരിക്കുന്നത്. പക്ഷെ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ കഴിയും ആ JCB കിടക്കുന്നുണ്ട്. ആ JCBയുടെ മുൻവശത്ത് ഈ കോൺക്രീറ്റ് കൊണ്ട് വലിയ പാളികൾ നിർമ്മിച്ച് അത് പ്രീകാസ്റ്റ് ചെയ്തിട്ട് ഇവിടെ കൊണ്ടുവന്ന് ഈ മണ്ണെടുത്ത ഭാഗത്ത് ചാരി വെക്കുന്നതാണ് ഈ ദേശീയപാതയുടെ നിർമ്മാണത്തിന്റെ ഭാഗമായി സ്വീകരിച്ചിരിക്കുന്ന ഒരു നടപടി. ഇതാണ് അതിന്റെ ഉയരം. നമുക്ക് നോക്കിയാൽ കാണാൻ കഴിയും. അതാണ് ആ സംരക്ഷണ മതിൽ എന്ന് പറയുന്നത്. ആ വലിയ മൺതിട്ടയാണ്, അതിനേക്കാൾ എത്രയോ ഇരട്ടി വലുപ്പമുള്ള മൺതിട്ടയാണ്. അതിന്റെ ചോട്ടിൽ മാത്രം ഇത്തരത്തിൽ സംരക്ഷണ മതിൽ, അത് മറ്റെവിടെയോ വെച്ച് നിർമ്മിച്ച സാധനം ഇവിടെ കൊണ്ടുവന്ന് ചാരി വെക്കുകയും അതിനുശേഷം അത് കോൺക്രീറ്റ് ചെയ്ത് കൂട്ടി യോജിപ്പിക്കുകയുമാണ് ചെയ്യുന്നത്. അത് എത്രത്തോളം അശാസ്ത്രീയമാണ് എന്നുള്ളതാണ്. അതിന്റെ മേൽവശത്ത് ഇപ്പോൾ തന്നെ കാണാം, ഇപ്പോൾ ഈ സംരക്ഷണ ഭിത്തി ഉണ്ടാക്കിയതിന്റെ മേൽവശത്ത് ആ മതിൽ ചാരി വെച്ചിരിക്കുന്നതിന്റെ മേളിൽ നിന്ന് മണ്ണ് ഇടിഞ്ഞ് താഴേക്ക് പതിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള നിർമ്മാണ പ്രവർത്തനമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതാണ് നാട്ടുകാർ ചൂണ്ടിക്കാട്ടുന്നത്. അതായത് ഇപ്പോൾ കാണാൻ കഴിയും, ഇതാണ് ഇവിടെ നിർമ്മിച്ചു കൊണ്ടുവന്നിരിക്കുന്ന ഈ സംരക്ഷണ മതിൽ എന്ന് പറയുന്നത്. വലിയ മൺതിട്ടയാണ് അതിന്റെ മേളിലേക്ക്. പക്ഷെ അതിന്റെ 1/3 പോലും ഭാഗത്ത് ഇത്തരത്തിലൊരു സംരക്ഷണ മതിൽ നിർമ്മിച്ചിട്ടില്ല എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. എത്രമാത്രം മോശമായ രീതിയിൽ, അതായത് ഒരു മാനദണ്ഡങ്ങളും പാലിക്കാതെയാണ് ഈ ദേശീയപാതയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഈ ദേശീയപാത അതോറിറ്റിയുടെ കരാറുകാർ ഇവിടെ നടത്തിയിരുന്നത് എന്നതാണ് ജെയിൻ വിശദീകരിച്ചത്. നമ്മളിപ്പോൾ ഈ കാണുന്നതാണ് മരിച്ച ബിജുവിൻ്റെ വീട്. ഇവിടെയാണ് സന്ധ്യയും ബിജുവും കഴിഞ്ഞ രാത്രിയിൽ ഈ അപകടത്തിൽപ്പെട്ടത്. വലിയ ഒരു ഉഗ്ര ശബ്ദത്തോടുകൂടി ഒരു 10 മണിക്ക് ശേഷമാണ് ഈ അപകടം സംഭവിച്ചത് എന്നതാണ് നാട്ടുകാർ പറയുന്നത്. വലിയ രീതിയിൽ മണ്ണിടിഞ്ഞു വന്ന് ഈ വീടിനെ പൂർണ്ണമായും അടിച്ചിരുത്തുകയാണ് ചെയ്തിരിക്കുന്നത്. വലിയൊരു കോൺക്രീറ്റ് വീട് തന്നെയാണ്. ആ വീടിൻ്റെ അവസ്ഥ ഇപ്പോൾ കണ്ടാൽ എന്താണ് ഇവിടെ നടന്നത് എന്നത് നമുക്ക് എല്ലാവർക്കും വ്യക്തമാണ്. വലിയ രീതിയിൽ മണ്ണ് വന്ന് മൂടിയിരിക്കുന്നു. അതോടൊപ്പം തന്നെ 2 വലിയ തെങ്ങുകൾ കൂടി വന്ന് ഈ വീടിൻ്റെ മുകളിലേക്ക് പതിച്ചിരിക്കുന്നു. അതാണ് നമുക്കിവിടെ ഇന്ന് ഇപ്പോൾ ഈ നേരം പുലരുമ്പോഴാണ് ഇതിൻ്റെ ഏറ്റവും ഭീകരമായ ദൃശ്യങ്ങൾ നമുക്ക് വ്യക്തമാകുന്നത്. നമ്മളിപ്പോൾ ഈ കാണുന്ന ഭാഗത്ത് ആണ് ഈ സന്ധ്യയും ബിജുവും ഉണ്ടായിരുന്നത്. ഇവിടെ നിന്നാണ് ഈ രക്ഷാപ്രവർത്തകർ അകത്ത് കടന്ന്, ഇതുവഴി രക്ഷാപ്രവർത്തകർ അകത്ത് കടന്നാണ് ഈ ബിജുവിനെയും സന്ധ്യയെയും പുറത്തെടുക്കുന്നത്. സന്ധ്യയെ പുറത്തെടുക്കാൻ തന്നെ ഏതാണ്ട് 5.5 മണിക്കൂർ നീണ്ട അധ്വാനമാണ് വേണ്ടി വന്നത്. ഈ കോൺക്രീറ്റ് പാളികൾ ചെയ്ത് നീക്കിയാണ് അവർക്ക് അകത്തേക്ക് കടക്കാൻ കഴിഞ്ഞത്. ഈ അകത്തേക്ക് കടക്കുമ്പോൾ തന്നെ വലിയ പ്രതിസന്ധികൾ അവർ നേരിട്ടിരുന്നു. കാരണം ഇവിടെ ഒരു കട്ടിലുണ്ടായിരുന്നു, അതിനോട് ചേർന്ന് ഒരു അലമാര വീണ് കിടക്കുന്നുണ്ടായിരുന്നു. അതിനിടയിലാണ് സന്ധ്യ ഉണ്ടായിരുന്നത്. സന്ധ്യയുടെ താഴെ ഭാഗത്താണ് ബിജു ഉണ്ടായിരുന്നത്. ആദ്യം സന്ധ്യയെ പുറത്തെടുത്തു, അതിനുശേഷമാണ് ബിജുവിനെ പുറത്തെടുക്കാൻ കഴിഞ്ഞത്. ഏതാണ്ട് 1.5 മണിക്കൂർ അതിനും വേണ്ടി വന്നു. ആ സമയത്ത് സന്ധ്യയെ പുറത്തെടുക്കുമ്പോൾ തന്നെ ബിജുവിൻ്റെ ജീവൻ നഷ്ടപ്പെട്ടിരിക്കുന്നു എന്ന കാര്യം ഡോക്ടർമാർക്കടക്കം വ്യക്തമായിരുന്നു. കാരണം ബിജുവിൻ്റെ കൈ പുറത്തുണ്ടായിരുന്നു. കയ്യിൽ പൾസ് നോക്കിയിരുന്നു, അപ്പോൾ പൾസ് തീരെ ഉണ്ടായിരുന്നില്ല എന്നതാണ് ഡോക്ടർമാർ പറയുന്നത്. പക്ഷേ ആദ്യഘട്ടത്തിൽ ഇവിടെ ഓടിയെത്തിയവർ ഈ സന്ധ്യയുടെ ഉച്ചത്തിലുള്ള കരച്ചിൽ കേട്ടിരുന്നു. അതോടൊപ്പം തന്നെ ബിജുവിനും ആ സമയത്ത് ജീവനുണ്ടായിരുന്നു. പക്ഷേ ഈ രക്ഷാപ്രവർത്തനത്തിനിടയിലാണ് ബിജു മരണപ്പെട്ടതെന്നതാണ് നമുക്ക് മനസ്സിലാകുന്നത്. ഈ കാണുന്നത് പോലെ വലിയ കോൺക്രീറ്റ് ബീമുകളും കോൺക്രീറ്റ് കട്ടകളും നേരെ താഴേക്ക് വന്ന് പതിക്കുകയായിരുന്നു. ഒരു കോൺക്രീറ്റ് ബീം തന്നെ ഈ ബിജുവിൻ്റെ നെഞ്ച് ഭാഗത്ത് വന്ന് ഇരിക്കുകയായിരുന്നു എന്നതാണ് ഈ രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം നൽകിയവർ പറഞ്ഞിരുന്നത്. അതുകൊണ്ടാണ് ഈ ബിജുവിൻ്റെ ജീവൻ നഷ്ടപ്പെട്ടത് എന്നതാണ് മനസ്സിലാക്കുന്നത്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമെന്നത്, ഒരു വലിയ കോൺക്രീറ്റ് വീട് ഇതേ രീതിയിൽ തകർന്ന് തരിപ്പണമായി ഒരു പപ്പടം പൊടിക്കുന്നത് പോലെ പൊടിഞ്ഞു നിൽക്കുന്ന ഒരവസ്ഥയാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. അത്ര ഭീകരമായ ഒരു മണ്ണിടിച്ചിലാണ് ഇവിടെ ഉണ്ടായിരിക്കുന്നത്. മഴ ഉണ്ടാകാതിരുന്നത് വലിയ ആശ്വാസമായി മാറുകയും ചെയ്തു. അല്ലായിരുന്നുവെങ്കിൽ ഇതൊന്നുമായിരിക്കില്ലായിരുന്നു ഇവിടുത്തെ അവസ്ഥ. കാരണം ഈ താഴെ ഏതാണ്ട് 24ഓളം വീടുകളുണ്ട്. ആ വീടുകളിൽ 8 വീടോളം പൂർണ്ണമായും തകർന്നിരിക്കുന്നു എന്നതാണ് ഇപ്പോൾ ബ്ലോക്ക് പഞ്ചായത്ത് അധികൃതർ അടക്കം വ്യക്തമാക്കിയിരിക്കുന്നത്. ഈ ബിജുവിൻ്റെയും സന്ധ്യയുടെയും വീടിൻ്റെ തൊട്ടുമുകളിൽ ഒരു ഇരുനില വീടുണ്ടായിരുന്നു. ആ ഇരുനില വീടിൻ്റെ ആകെ നമുക്ക് ഇപ്പോൾ കാണാൻ കഴിയുന്നത് മുകളിലത്തെ കോൺക്രീറ്റിംഗ് മാത്രമാണ്. മറ്റൊരു സാധനവും നമുക്ക് അവിടെ കാണാൻ കഴിയുന്നില്ല. ആ രീതിയിൽ അത് തകർന്ന് തരിപ്പണമായി അതിന് മുകളിൽ മണ്ണ് വന്ന് ഇടിച്ചു കയറിയിരിക്കുന്ന ദൃശ്യങ്ങളാണ് നമുക്ക് അവിടെയും കാണാൻ കഴിയുന്നത്. ഈ വീടിൻ്റെ ഇടത് ഭാഗത്തായി മറ്റ്
ചില വീടുകൾ കൂടിയുണ്ട്, ചെറിയ വീടുകളാണ്. ആ വീടുകളും പൂർണ്ണമായും മണ്ണിനടിയിലേക്ക് തന്നെ പോവുകയും ചെയ്തിട്ടുണ്ട്. ഇവിടെ ഈ റോഡ് നിർമ്മാണത്തിന്റെ ഭാഗമായി കോൺക്രീറ്റിംഗ് അടക്കം നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. ആ കോൺക്രീറ്റിംഗ് പൂർണ്ണമാകുകയും ചെയ്തിട്ടില്ല. അവിടെ കോൺക്രീറ്റിംഗ് നടത്തുന്നതിന്റെ ഭാഗമായി ഷീറ്റുകളൊക്കെ അടുക്കി വെച്ചിരിക്കുന്നത് നമുക്ക് കാണുകയും ചെയ്യാം. അതായത് ഇവിടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പുരോഗമിക്കുന്നതിനിടയിൽ തന്നെയാണ് ഈ അപകടം സംഭവിച്ചിരിക്കുന്നത്. നമ്മൾ കാണുന്ന ആ വലിയ മലയുടെ ഒരു ഭാഗം ഇടിഞ്ഞ് താഴേക്ക് വന്നു. അത് ഇവിടെ താഴേക്ക് വന്ന് ഈ റോഡിന്റെ ഇടതുഭാഗത്തുണ്ടായിരുന്ന വലിയ കല്ല് കെട്ടുകളൊക്കെ തന്നെ ഇടിച്ച് താഴേക്ക് കൊണ്ടുപോവുകയാണ് ചെയ്തിരിക്കുന്നത്. അങ്ങനെയാണ് ഈ വലിയൊരു ദുരന്തം ഇവിടെ സംഭവിച്ചിരിക്കുന്നത്. ഈ ഒരു പ്രദേശം ആകെ ഇല്ലാതാക്കി കളഞ്ഞിരിക്കുന്നു എന്നതാണ് നമുക്ക് ഈ നേരം പുലരുമ്പോഴുള്ള ഇവിടുത്തെ ദൃശ്യങ്ങളിൽ നിന്നെല്ലാം തന്നെ വ്യക്തമാകുന്നത്. ജെയിൻ, ഇത് സംബന്ധിച്ച് നേരത്തെ ഈ നാട്ടുകാരൊക്കെ തന്നെ പരാതികൾ പറഞ്ഞിരുന്നു എന്നതാണ് ഈ അധികൃതരൊക്കെ തന്നെ പറയുന്നത്. പക്ഷേ ആ പരാതികൾ എന്തുകൊണ്ട് ബന്ധപ്പെട്ടവർ കേട്ടില്ല, ഇതിനൊരു പരിഹാരം കണ്ടില്ല? തീർച്ചയായിട്ടും അത് ഉത്തരം കിട്ടാത്ത, അല്ലെങ്കിൽ അധികൃതർ ഉത്തരം പറയേണ്ട ഒരു ചോദ്യം തന്നെയാണ്. പല തവണ ഈ പ്രദേശത്തുള്ള ആളുകൾ ഇത് സംബന്ധിച്ച് പരാതി പറഞ്ഞിരുന്നു. അശാസ്ത്രീയമായിട്ടുള്ള റോഡ് നിർമ്മാണമാണ് നടക്കുന്നത് എന്നുള്ളത്. ഇപ്പോൾ നമ്മൾ കാണുന്നത് ഈ മണ്ണിടിച്ചിലുണ്ടായ റോഡിന്റെ മുകൾ വശത്തു നിന്നുള്ള, അല്ലെങ്കിൽ ദേശീയപാതയിൽ നിന്നുള്ള കാഴ്ചയാണ്. അതായത് താഴത്തേക്ക് ഊർന്നു വന്നിരിക്കുന്ന മണ്ണിന്റെ അത് വളരെ കുറഞ്ഞ അളവിൽ മണ്ണ് മാത്രമാണ്. ഈ മണ്ണിടിച്ചിലുമായി താരതമ്യം ചെയ്യുമ്പോൾ ഇടിഞ്ഞ മണ്ണിന്റെ ഏതാണ്ട് ഒരു 40% മാത്രമാണ് താഴേക്ക് പതിച്ചത്. 40-ൽ താഴെ ആണ് എന്ന് പറയേണ്ടി വരും. ഒരു 30% മാത്രം മണ്ണാണ് താഴേക്ക് പതിച്ചിരിക്കുന്നത്. അതിൽ കൂടുതൽ മണ്ണും കിടക്കുന്നത് ദേശീയപാതയിലാണ്. ദേശീയപാതയിൽ ആ മലയ്ക്ക് മുകളിൽ നിന്ന് വലിയ അളവിൽ ആ ഭാഗത്ത് വിള്ളലുണ്ടായിരുന്നു എന്നുള്ളതാണ് പ്രദേശവാസികൾ പറയുന്നത്. ആ കാണുന്ന പന ഉൾപ്പെടുന്ന ആ ഭാഗത്ത് കഴിഞ്ഞ ദിവസം ഒരു വിള്ളൽ രൂപപ്പെട്ടിരുന്നു. ജനപ്രതിനിധികളടക്കം ഇവിടെ വന്ന് പരിശോധിക്കുകയും ഈ താഴത്ത് താമസിക്കുന്ന ആളുകൾക്ക് ഇത് സംബന്ധിച്ച മുന്നറിയിപ്പ് നൽകുകയും ചെയ്തു എന്നുള്ളതാണ് അവർ പറയുന്നത്. ഇന്നലെ വൈകുന്നേരം ഉച്ചയ്ക്ക് ശേഷമാണ് ഈ പ്രദേശത്തുള്ള ആളുകളോട് മാറി താമസിക്കാൻ നിർദ്ദേശിക്കുന്നത്. പക്ഷെ അതിനു മുമ്പ് തന്നെ അവിടെ വിള്ളൽ രൂപപ്പെട്ടിരുന്നു. ഇന്നലെ തെളിഞ്ഞ കാലാവസ്ഥയായിരുന്നു, മഴയുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഇത്രത്തോളം വലിയൊരു മണ്ണിടിച്ചിൽ ആരും പ്രതീക്ഷിച്ചിട്ടില്ല എന്ന് തന്നെ പറയേണ്ടി വരും. പക്ഷേ ഒരു മുൻകരുതൽ എന്ന നിലയിലാണ് 22 കുടുംബങ്ങൾ അവരോട് അടിമാലിയിലെ ഗവൺമെന്റ് ഹൈസ്കൂളിലേക്ക് മാറാൻ ആവശ്യപ്പെട്ടത്. അങ്ങനെ അവർ മാറുന്നത്. ബിജു തൊട്ടടുത്തുള്ള സഹോദരന്റെ തറവാട്ട് വീട്ടിലേക്കാണ് മാറിയത്. ബിജു സന്ധ്യയും ഭക്ഷണം കഴിക്കുന്നതിന് വേണ്ടി എത്തിയപ്പോഴാണ് ഇത്ര വലിയൊരു ദുരന്തം ഉണ്ടായത് എന്ന് തന്നെ പറയേണ്ടി വരും. ആ കാണുന്നത് ഈ റോഡ് നിർമ്മാണത്തിന്റെ ഭാഗമായി കൊണ്ടുവന്നിരിക്കുന്ന വലിയ മണ്ണുമാന്തി യന്ത്രങ്ങളാണ്. ആ യന്ത്രങ്ങൾ ഉപയോഗിച്ചുകൊണ്ടാണ് ഈ മലയ്ക്ക് മുകളിൽ നിന്ന് ഈ മണ്ണ് അരിഞ്ഞരിഞ്ഞ് എടുക്കുന്നത്. ആ അരിഞ്ഞെടുക്കുന്നതിലെ അശാസ്ത്രീയത തന്നെയാണ് ഇത്തരമൊരു ദുരന്തത്തിലേക്ക് നയിച്ചത് എന്ന് തന്നെ പറയേണ്ടി വരും. മഴയില്ലാതിരുന്നത് വലിയ ഭാഗ്യമായി എന്ന് തന്നെ പറയാം. കാരണം മഴയുണ്ടായിരുന്നെങ്കിൽ ഇതൊരു ഉരുൾപൊട്ടലായി മാറിയതിന്. ഈ റോഡിന് താഴ്ത്തു കാണുന്ന ലക്ഷം വീട് ഉന്നതിയിലെ ഏതാണ്ട് ലക്ഷം വീട് ഉന്നതിയെ തന്നെ പൂർണ്ണമായും ഒഴുക്കിക്കൊണ്ടു പോകുന്ന തരത്തിലൊരു ഉരുൾപൊട്ടലായി മാറിയേനെ എന്നുള്ളതാണ്. എന്തായാലും ആശ്വാസകരമായിട്ടുള്ള ഒരു കാര്യം, ഇന്നലെ ഓറഞ്ച് അലർട്ടായിരുന്നെങ്കിൽ പോലും മഴ പെയ്തില്ല എന്നുള്ളതാണ് ഏറ്റവും ആശ്വാസകരമായിട്ടുള്ള ഒരു കാര്യം. ഇവിടെ നിന്ന് നോക്കിയാൽ കാണാം എത്ര വീടുകളാണ് തൊട്ടടുത്തടുത്ത് ഇരിക്കുന്നത് എന്നുള്ളത്. ആ വീടുകളിൽ ഇപ്പോൾ മണ്ണിടിച്ച് വീണിരിക്കുന്നത് ഏതാണ്ട് 7ഓളം വീടുകളിലാണ്. 7 വീടുകളിൽ പലതും നിശേഷമായി തകർക്കപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ്. പൂർണ്ണമായും തകർക്കപ്പെട്ടിരിക്കുന്നു. പല കെട്ടിടങ്ങളും അവിടെ ഉണ്ടായിരുന്നു എന്ന് പോലും സംശയിക്കുന്ന തരത്തിലുള്ള ഒരു ദുരന്തമാണ് ഉണ്ടായിരിക്കുന്നത്. എന്തായാലും ഇക്കാര്യത്തിൽ യാതൊരു വിശദീകരണവും അധികൃതരുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല. എന്തായാലും മുന്നറിയിപ്പ് നൽകിയിരുന്നു എന്ന് പറഞ്ഞ് ഒഴിയുകയാണ് അധികൃതർ ചെയ്തിരിക്കുന്നത്. എന്തായാലും ഒരു മനുഷ്യജീവൻ നഷ്ടപ്പെട്ടിരിക്കുന്നു. മനുഷ്യനിർമ്മിതമായിട്ടുള്ള ഒരു ദുരന്തമാണ് ഉണ്ടായിരിക്കുന്നത്. ഇനിയിപ്പോൾ പരിക്കേറ്റ് ചികിത്സയിൽ കഴിയുന്ന സന്ധ്യ, അവരുടെ ആരോഗ്യനിലയിൽ സംബന്ധിച്ചും ഇനി കുറച്ചുകൂടി വ്യക്തത വരേണ്ടതുണ്ട്. അവരെ ഇപ്പോൾ ആലുവയിലെ സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റിയിരിക്കുകയാണ്. ഇനി ഈ പ്രദേശത്ത് താമസിക്കുന്ന ആളുകൾ, അവരെ സംബന്ധിച്ചും ആശങ്കയുണ്ട്. ഏത് രീതിയിലാണ് അല്ലെങ്കിൽ വരും ദിവസങ്ങളിലും മണ്ണിടിയാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ് തീർച്ചയായും ഇത്തരത്തിൽ അശാസ്ത്രീയമായ ഒരു